ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ഇതെന്ത് പറ്റി സത്യാമ്മയ്ക്ക്? ഇത്ര പെട്ടെന്ന് അടയൊക്കെ റെഡിയായോ? പിന്നെ അല്ലാതെ. പാപ്പിമോള് കഴിച്ചു. ചൂടുണ്ട്. സത്യാമ്മേ, എനിക്കൊന്ന് പൊളിച്ചതാ. നല്ല ചൂടാ. ഇങ്ങതാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്കും. സത്യാമ്മേ, എനിക്കും ചൂടുണ്ട്. ഒന്ന് തണുപ്പിച്ചതാ. പാപ്പിമോൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതല്ലേ? സത്യമോളല്ലേ കഴിക്കാത്തത്. അതുകൊണ്ടാ സത്യമോക്ക് ഞാനിങ്ങനെ വാരി കൊടുക്കുന്നത്. ഇനി തന്നെ കഴിക്കുക കേട്ടോ മോളെ. തരാവേ. ദേ, ഇത് മാത്രല്ല, കൂടാതെ വേറെ കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ എനിക്കറിയാം. നമുക്കേ നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അതെല്ലാം സത്യമോൾക്ക് ഉണ്ടാക്കി തരാം. എനിക്കും. രണ്ടുപേർക്കും ഉണ്ടാക്കി തരാം. ഇതെന്റെ വിഷ്ണുവിന്റെ മോള, എന്റെ അവകാശി. ഇവൾക്ക് എന്തുണ്ടാക്കി കൊടുത്താലാ എനിക്ക് തൃപ്തിയാവുന്നത്? ഉമ്മതാ. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിലേ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുവന്ന് തരാട്ടോ. ഞാൻ പോയി നോക്കിട്ട് തരാം. അയ്യോ അമ്മയാ. ഇന്ന് ചേച്ചിയമ്മ നേരത്തെ ആണല്ലോ. അതെ, സത്യാമ്മ അങ്ങോട്ട് മാറി നിൽക്കാം. സത്യാമ്മ വന്ന കാര്യം അമ്മയോട് പറയല്ലേ കേട്ടോ. പപ്പി, ഇതങ്ങ് എടുത്ത് മാറ്റി. ഈ പിള്ളേരിത്. ഇതെന്താ? ഇതാരുണ്ടാക്കി തന്നു? നിങ്ങക്ക് എന്തേലും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാ ഞാൻ വന്നേ. പറ, ഇതാരാ ഉണ്ടാക്കി തന്നെ? ജയശ്രീ ചേച്ചി ഉണ്ടാക്കി തന്നതാ. ഇത് അവിലടെ അല്ലേ? ഇത് സത്യാമ്മയുടെ സ്പെഷ്യൽ ആണല്ലോ. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. ഇതെന്ത് പറ്റി സത്യാമ്മയ്ക്ക്?
എന്റെ മുന്നിൽ വരാനുള്ള മടിയുണ്ടായിരിക്കും. ശരി, സത്യം അപ്പ ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അട നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, കൊള്ളാം. എന്നാ നിങ്ങൾ കഴിക്കേ, ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം. ഹോ, ഭാഗ്യം അമ്മ അറിഞ്ഞില്ല. അതെ, അമ്മ ഡ്രസ്സ് മാറി വരുന്നതിന് മുമ്പ് സത്യമ്മ പോട്ടെ കേട്ടോ. ഉം, സത്യമ്മ വന്ന കാര്യമൊന്നും പറയല്ലേ. ഉം, പോട്ടെ മോളെ. ഉം. ഹോ, ഭാഗ്യം. സത്യാമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഇത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലല്ലോ. സത്യാമ്മയെ കണ്ടില്ലല്ലോ സാറേ. സാധാരണ ഇത്ര വൈകാറുണ്ടോ? ഇല്ല. ഇനി ദൂരേക്ക് വല്ല സ്ഥലത്തും കച്ചവടത്തിന് പോയിട്ട് വണ്ടി കിട്ടാതെ വല്ലതും വന്നതായിരിക്കൂ. അതിനൊന്ന് കച്ചവടത്തിനായിട്ട് പോയതാണോ? അല്ലെന്നോ എനിക്ക് തോന്നുന്നേ. എന്നോട് വിഷ്ണുവിന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് മേളം വെച്ച് പോയതാ. അല്ല, ഇനി അവനെ കാണാനാണ് പോയിട്ടുണ്ടാവോ? ചിലപ്പോ പോയി കാണാനും സാധ്യതയുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല. ശാലിനി കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ ആ ചാടിക്കടിച്ചുള്ള വരവൊന്നുമില്ല. സത്യമോളുടെ കാര്യം പറയുമ്പോ വലിയ സന്തോഷമാണ്. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം നല്ലതിനായിരിക്കും.